വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. പൈനാപ്പിളും മത്തങ്ങയും കൂടെ ചേർന്നുള്ള ഒരു പച്ചടിയാണ്. പൈനാപ്പിൾ മാത്രം ഇട്ടുള്ള പച്ചടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ പീസ് മത്തങ്ങയും കൂടെ എടുത്തിട്ടുള്ള പച്ചടിയാണ്. ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. മത്തങ്ങ നമ്മൾ ഇതിനകത്ത് ഒന്ന് വേവിച്ചിട്ട് മിക്സി ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതിയേ. മത്തങ്ങ ഒരുപാടങ്ങ് വേണ്ട, കുറച്ചെടുത്താൽ മതി, ചെറിയ പീസ് മതി. മത്തങ്ങ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിളും കൂടെ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഒരു വലിയ പൈനാപ്പിൾ ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ഞാൻ കുറച്ചായി ഇപ്പം കാണിക്കുന്നത്. പൈനാപ്പിളും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. ഈ പച്ചടി ഒരു പ്രത്യേക ഒരു ഇഷ്ടമല്ലേ, പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന പച്ചടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ഇത് ഇല്ലാത്ത ഒരു ഓണം ഇല്ല. നമ്മളിവിടെ ഈ മത്തങ്ങയും പൈനാപ്പിളും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലോട്ട് ഇട്ടിട്ട് ഇത് ശരിക്കൊന്ന് വേവിച്ചെടുക്കണേ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണേ. നമ്മളിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി അതൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ. നമ്മളിവിടെ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിപ്പം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരുപാട് കൂടുതൽ, 1/4 ടീസ്പൂൺ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാവേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കണം. തേങ്ങ 2 പച്ചമുളക് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഈ തൈരും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചങ്ങ് അരച്ചെടുക്കും. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൈരിൻ്റെ പുളിയൊക്കെ ശരിക്കും നോക്കണം കേട്ടോ. പുളി ഒരുപാടങ്ങ് ആകരുത്, എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും വേണം. അപ്പം നിങ്ങളുടെ വീട്ടിലെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം തൈര് ആഡ് ചെയ്യാൻ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഞാൻ ഈ തേങ്ങയും തൈരും പച്ചമുളകും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുത്തേക്കണം. പിന്നെ ഈ കടുക് അരയാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയേ. നമ്മുടെ മത്തങ്ങയും പൈനാപ്പിളും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മത്തങ്ങ കുറച്ചിങ്ങോട്ട് ഈ സൈഡിലേക്ക് മാറ്റുക. ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മത്തങ്ങ നമ്മുടെ ഈ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലോട്ട് ഊരിയിടണം. എന്നിട്ട് തണുത്തിട്ടേ അരയ്ക്കാവുള്ളൂ കേട്ടോ. ഇത് കുറച്ച് നമ്മൾ അരച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. മത്തങ്ങ മാത്രം എടുക്കണേ. അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടുവേ. ഇത് കുറച്ച് അരച്ചും കൂടെ ചേർക്കുമ്പോഴേ മത്തങ്ങ മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് തണുക്കുമ്പോഴേ ഞാനൊന്ന് അരച്ചെടുക്കാവേ. എന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ഈ മത്തങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരയണേ. അതിനുശേഷം ഇത് ഈ പൈനാപ്പിളിനകത്തോട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരം ചേർക്കണേ. ചില പൈനാപ്പിളിന് തീരെ മധുരം കുറവായിരിക്കും, ചിലത് നല്ല മധുരമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഇവിടെ ഞാൻ 3/4 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ജാറിൽ ഒരു സ്വല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയേ. അതും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് കത്തിക്കണം. കത്തിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ തേങ്ങയും തൈരും കൂടെ അരച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റാണോ നോക്കണേ. ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കണം. മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ മധുരം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടി ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണേ. തിളച്ച് കഴിയുമ്പോഴേ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ചൊവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണം. മാറിയതിന് ശേഷം നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങ പൈനാപ്പിൾ പച്ചടി. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ. എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല മുന്തിരിങ്ങ ഗ്രേപ്സ് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. കാണാനും നല്ല ഭംഗിയാ, നല്ല ടേസ്റ്റ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ടാൽ മതിയേ. കാണാനും നല്ല ഭംഗിയല്ലേ അല്ലേ. അതുപോലെ കഴിക്കാനും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ പച്ചടി. നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാവേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ. അതിന് ശേഷം കറിവേപ്പില. ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പച്ചടിക്കകത്തോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം.
മത്തങ്ങ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാവേ. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്